എന്താ അതിന്റെ പേര്? സാറ്റോ, സിൽവസ്റ്റർ സാറ്റോ. പമേലയുടെ മമ്മിയും ഡാഡിയും കൊല്ലപ്പെട്ട ദിവസം നീ എവിടെയായിരുന്നു? ഞാൻ പുറത്തു പോയിരുന്നു സാർ. എന്താവശ്യത്തിനാ? വീട്ടു സാമാനങ്ങൾ വാങ്ങാൻ. താൻ എപ്പോഴാ പുറത്തു പോയത്? വൈകുന്നേരം ഒരു 6 മണിയായി കാണും സാർ. എന്നിട്ട് എപ്പോഴാ തിരിച്ചെത്തിയത്? ചോദിച്ചത് കേട്ടില്ലേ? എപ്പോഴാ തിരിച്ചു വന്നതെന്ന്? പിറ്റേ ദിവസം രാവിലെ. അതുവരെ താൻ എവിടെയായിരുന്നു? അത് അപ്പോൾ നീ അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ എല്ലാം നടന്നിരിക്കുന്നത് അല്ലേ? ഇല്ല സാർ, എനിക്കൊന്നും അറിയില്ല. സത്യം പറയണം, ഇല്ലെങ്കിൽ ചെത്തി ചെത്തി നിന്റെ എല്ലാ എല്ലും ഞാൻ ഊരും. ഞാൻ എല്ലാം പറയാം സാർ. എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാൻ അല്പം മദ്യം കഴിക്കുന്ന ശീലമുള്ളവനാണ്. അവരൊക്കെ ആരാണോ? ഇല്ല സാർ, കണ്ടാലറിയാം. മദ്യം കഴിച്ചതിന് ശേഷം നീ എങ്ങോട്ടാ പോയത്? എനിക്കൊരു ഓർമ്മയില്ല സാർ. നേരം വെളുത്തപ്പോ ബാറിനോട് ചേർന്നുള്ള റൂമിൽ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് പമീലക്കുഞ്ഞ് രാത്രി ഒറ്റയ്ക്കാണെന്നുള്ള കാര്യം ഓർത്തത്. ഞാൻ ചാടി പിടിച്ചെഴുന്നിട്ട് വീട്ടിൽ ചെന്നപ്പോ കണ്ട കാഴ്ച. കണ്ട ബാറിലൊക്കെ കയറി കുടിച്ച് വല്ലോടത്തും കിടന്ന് ഉറങ്ങിയിട്ട് നിന്ന് കരയുന്നല്ലേ? ഒരു ബുദ്ധിമോശം വന്നാ സാറേ, അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പമീലയും മറ്റാരെങ്കിലുമായി എന്തെങ്കിലും കാരണത്തിന് വഴക്കോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല സാർ. ശരി, ഇനിയും തന്നെ എനിക്ക് ആവശ്യം വരും. എവിടെയും പൊക്കളയരുത്, മനസ്സിലായോ? പമീലെ, പമീലെ. പമീലെ, പേഷ്യന്റ് എങ്ങനെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യരുത്. ഇത് കഴിക്കൂ. പമീലയുടെ ആരാ? ഫ്രണ്ടാ. സിസ്റ്റർ, ഡോക്ടർ എന്ത് പറഞ്ഞു? സുഖമാവാൻ ഇനിയും കുറച്ച് ദിവസം എടുക്കും. കുഞ്ഞെപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. പമീലയ്ക്ക് ഒരു കുറവുമില്ലേ? വെറുതെ ഇങ്ങനെ ഒരേ ഇരിപ്പാ കുഞ്ഞ്. എന്ത് ചോദിച്ചാലും ഒരനക്കവും ഇല്ല. കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. എല്ലാം എന്റെ കുഴപ്പാ കുഞ്ഞ്. അന്ന് രാത്രി ഞാൻ അവിടെ ഇല്ലാതിരുന്നതാ എല്ലാത്തിനും കാരണം. അമീനെ, നീ എന്താ ഈ കാണിക്കുന്നത്? എന്താ ഇത്? സോറി, ഇവളൊരു മെന്റൽ പേഷ്യന്റാ.
ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ഈ പേഷ്യന്റ് പുറത്തു കൊണ്ടുപോയത്? ദൂരെ എങ്ങും പോയില്ല, ആ ലേക്കിന്റെ അടുത്ത് വരെ പോയുള്ളൂ. എന്തെങ്കിലും സംഭവിച്ചാൽ ആര് സമാധാനം പറയും? സോറി സിസ്റ്റർ. വിളിച്ചോണ്ട് പോയതല്ല, പമ്മിയിലെ കുഞ്ഞ് തടാകത്തിനരിയിലൂടെ വെറുതെ നടക്കുകയായിരുന്നു. എല്ലാരും കൂടി ഞങ്ങൾക്ക് പണി ഉണ്ടാക്കി വെക്കരുത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഡോക്ടറോട് കംപ്ലൈന്റ് ചെയ്യും. എന്താ സാറ്റോ? എന്താ കുഞ്ഞ്, കേസിന് വല്ല തുമ്പും കിട്ടിയോ? ഇല്ല. കുഞ്ഞ് സ്റ്റേഷനിൽ ചെന്ന് SI ഒന്ന് കാണും. ചോദിക്കാനും പറയാനും ആളില്ലാതെ വന്ന കേസ് തേഞ്ഞു മാഞ്ഞു പോയുള്ളൂ. പമീലയുടെ മനസ്സിൽ ആദ്യമേ തന്നെ ഭയമുണ്ടായിരുന്നു സർ. ആ മാരുതി വാനിനെ കുറിച്ച് അവൾ എന്നോടും പറഞ്ഞിരുന്നതാ. അന്നതത്ര കാര്യമാക്കിയില്ല. പിന്നീട് നടന്ന സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ രഞ്ജിത്തിന്റെ മർഡറുമായി കണക്റ്റഡ് ആയിട്ടാണ് എല്ലാം നടന്നിരിക്കുന്നത്. പേരൻസുമായി അത്ര നല്ല ബന്ധത്തിലായിരുന്നല്ലോ പമീല, അല്ലേ? അങ്ങനെയൊന്നുമില്ല സർ. പമീല മോഡലിങ്ങിന് പോകുന്നത് അവർക്കത്ര ഇഷ്ടമായിരുന്നില്ല. പിന്നെ പിന്നെ മരിച്ച രഞ്ജിയുമായിട്ടുള്ള അഫയർ, അതിലും അവർക്ക് എതിർപ്പുണ്ടായിരുന്നു സർ. പമീല അല്പം ഫോർവേഡ് ആയിരുന്നു, അല്ലേ? അവൾ ഓവർ സ്മാർട്ടായിരുന്നു. കാഴ്ചയിൽ അങ്ങനെ തോന്നുമെങ്കിലും അവൾ പാവമായിരുന്നു സർ. രഞ്ജിയുടെ മരണത്തോടെ അവൾ ആകെ തളർന്നുപോയി. തുടർന്നുണ്ടായ സംഭവങ്ങൾ അവളുടെ മനസ്സിന്റെ തന്നെ സമനില തെറ്റിച്ചു. ഇപ്പോൾ അവളെ കണ്ടാൽ പഴയ പമീലയാണോ എന്ന് വിശ്വസിക്കാൻ കൂടെ കഴിയുന്നില്ല സർ. പമീലയ്ക്ക് വേറെ ബന്ധുക്കളാരുമില്ലേ? ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ അവൾക്ക് ആരുമില്ല സർ. പിന്നെ ഒരു അങ്കിളും ആന്റിയും ഉണ്ട് ഫിലിപ്പീൻസിൽ. വർഷങ്ങളായി അവരവിടെ തന്നെയാണ്. ഇപ്പൊ ഞങ്ങള് കുറെ ഫ്രണ്ട്സ് അല്ലാതെ ഇവിടെ അവൾക്ക് ആരുമില്ല. സാറ് വിചാരിച്ചാൽ മാത്രമേ ഈ കേസിന് എന്തെങ്കിലും തുമ്പുണ്ടാവുകയുള്ളൂ. ഹോസ്പിറ്റലിൽ കഴിയുന്ന പമീലയുടെ അസുഖം മാറി അവൾ നോർമൽ സ്റ്റേജിലായെങ്കിൽ മാത്രമേ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും എവിഡൻസ് കിട്ടുകയുള്ളൂ. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ നോർമൽ സ്റ്റേജിലാകുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഹലോ സർ. യെസ് സർ, ഞാൻ ഉടനെ വരാം. നിങ്ങൾ പോയിക്കോളൂ. Morning. Morning, Miss Pamela. How are you? ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. Look, അന്നെന്താണ് സംഭവിച്ചത്? പമീല, come on. Tell me. ഇൻസ്പെക്ടർ, അവരൊരു മെന്റൽ പേഷ്യന്റാണ്. ഷീസ് അണ്ടർ ട്രീറ്റ്മെന്റ്. അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ജോലി കൂട്ടരുത്. പമീല ഒന്നും സംസാരിക്കാത്ത സ്ഥിതിക്ക് ഞങ്ങളുടെ ജോലിയും കൂടുകയാണ്. അവരെ പഴയ നിലയിലേക്ക് കൊണ്ടുവരേണ്ടത് ഇപ്പൊ എന്റെ ആവശ്യമാണ്. മെന്റൽ പേഷ്യൻസ് എപ്പോഴും വളരെ സെൻസിറ്റീവ് ആയിരിക്കും. പമീലയാണെങ്കിൽ ഇപ്പോൾ ഒരു റിക്കവറി സ്റ്റേജിലാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് അവളുടെ മെന്റൽ ബാലൻസ് തകർക്കരുത്. വരൂ. പ്ലീസ് ടേക്ക് കെയർ. ഡോക്ടർ, യെസ്. പമീലയുടെ അസുഖം മാറുക എന്നത് ഇപ്പൊ നിങ്ങളെക്കാൾ കൂടുതൽ ആവശ്യം ഞങ്ങൾക്കാ. ഡു യു അണ്ടർസ്റ്റാൻഡ് മീ? ഇനിയും ഇതുപോലെ വന്ന് ഉപദ്രവിച്ചെന്നിരിക്കും. അവസാനം ഒരു ശല്യമായി മാറും. നെവർ. താങ്ക് യു. ബൈ.
കൊലയോ? എവിടെ? സർവീസ് സ്റ്റേഷനിലോ? അങ്ങോട്ട് നീങ്ങിക്കടാ. എന്താ അവിടെ കാണാൻ? നീങ്ങല്ല അവിടെ. ഈ മരിച്ചു കിടക്കുന്ന ആളിനെ നിങ്ങൾക്കറിയാം? ഞങ്ങൾ സുഹൃത്തുക്കളാ. വിക്ടർ, ഹംസ, റോക്കി. മരിച്ച രാജാമണിക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായി നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ? ഇല്ല സർ. നിങ്ങളും രാജാമണിയും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതുമില്ല സർ. വർക്ക്ഷോപ്പിൽ വെച്ചുണ്ടായ ആക്സിഡന്റിലായിരിക്കും രാജാമണി മരിച്ചതെന്ന് നാട്ടുകാർ പറയുന്നുണ്ടല്ലോ. നിങ്ങളെന്ത് പറയുന്നു? ഇത് ആക്സിഡന്റ് അല്ല സർ. കരുതിക്കുട്ടിയുള്ള കൊലപാതകമാണ്. ഹൈഡ്രോളിക് ജാക്കി അത്ര പെട്ടെന്ന് എഞ്ചിലൊന്നും വീഴില്ല സർ. നിനക്കെങ്ങനെ അറിയാം? അത് വളരെ പതുക്കെ താഴേക്ക് വരും. നാട്ടുകാർ പറയുന്നത് വർക്ക്ഷോപ്പ് ജോലി കൊണ്ടിരുന്നപ്പോൾ അപകടം പറ്റി മരിച്ചാണെന്നാണ്. ഏയ്, അങ്ങനെ ആവാൻ വഴിയില്ല. അവനെ ആരോ കൊന്നതാണ്. പമേലയുടെ ആരെങ്കിലും ആയിരിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. വട്ടുപിടിച്ച് കിടക്കുന്ന അവൾക്ക് വേണ്ടി ആരാ കൊല ചെയ്യാൻ വരുന്നത്? ഇതങ്ങനെ വളരെ നിസ്സാരമായി തള്ളിക്കളയരുത്. ഏതായാലും അവളെ നമ്മളൊന്ന് വാച്ച് ചെയ്യണം. ആ എസ് ഐയുടെ ചില ചോദ്യങ്ങൾ കേട്ടില്ലേ? അയാൾക്ക് നമ്മുടെ പേരിൽ ബലമായ സംശയമുണ്ട്. അയാളെയും സൂക്ഷിക്കണം. സർവീസ് സ്റ്റേഷനിലെ ജോലിക്കാരനായ രാജാമണിയെ താൻ അറിയുമോ? ഇല്ല സാർ. അറിയില്ലടോ. ഇല്ല സാർ. രാജാമണി എന്നുള്ള പേര് തന്നെ ആദ്യമായിട്ട് കേൾക്കുക. ഡോ, തന്റെ വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. പമേലയുടെ വീട്ടിലെ കാർ സർവീസ് ചെയ്തിരുന്നത് അവിടെയല്ലായിരുന്നു? അല്ല സാർ. തീർച്ചയാണോ? അതെ. ഇയാളെ അറിയോ? അറിയില്ല സാർ. ഞാൻ പോകുന്നു കുഞ്ഞെ. എന്തു പറ്റി സാറ്റോ? ഇവിടെ നിന്നാ എന്നെ പിടിച്ച് അവരകത്താക്കും. ആ ഇൻസ്പെക്ടർക്ക് എന്നെ മാത്രമേ കണ്ടുള്ളൂ. ഞാനൊരു പാവായത് കൊണ്ടല്ലേ അദ്ദേഹം എന്നെ പിടിച്ചു വരട്ടുന്നത്. എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയൂ. ആ വർക്ക്ഷോപ്പിൽ രാജാമണി എന്നൊരാളെ കഴിഞ്ഞ ദിവസം ആരോ കൊന്നു. നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങൾക്കൊക്കെ ഞാൻ സമാധാനം പറയുന്നത് വെച്ചാ ഞാൻ ആരാ? തീഹാർ ജയിലിൽ ചാടിപ്പോന്ന ശോഭരാജ. കാര്യം പറ. എന്നെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് ആ ചത്ത രാജാമണിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇയാൾ അറിയോ, എവിടെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് എന്നെ വരട്ടി കുഞ്ഞെ. ഇതാണോ കാര്യം? പോലീസ് ആവുമ്പോ അവർക്ക് സംശയമുള്ള ആളെയൊക്കെ ചോദ്യം ചെയ്യും. അപ്പോ രാജാമയുടെ കൊലപാതകവുമായി എനിക്ക് ബന്ധമുണ്ടെന്നാണോ കുഞ്ഞു പറയുന്നത്? ഇതൊക്കെ ആ എസ് ഐ കേട്ട ഞാൻ അകത്തായത് തന്നെ. സാറ്റ് ഇങ്ങനെ പേടിച്ചു പോയല്ലോ. പേടിക്കാതെ എങ്ങനെയാ കുഞ്ഞെ? എങ്ങനെയെങ്കിലും ഈ കേസ് ഒന്ന് അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ മനസമാധാനത്തിനോട് ഇവിടെ കഴിയാൻ പറ്റില്ല. പാവം ഈ പമീല കുഞ്ഞിന്റെ കാര്യം ഓർത്തിട്ടാ. അല്ലെങ്കിൽ പണ്ടേ ഞാൻ ഈ നാട് വിട്ടാൻ.